ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ? കൂൺ ബെഡ് എളുപ്പത്തിൽ എങ്ങനെ നിറയ്ക്കാമെന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂൺ ഷെഡ് വീട്ടിൻ്റെ പിൻഭാഗത്താണ്. നമുക്ക് കൂൺ ഷെഡിൽ പോകാം കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാണ്ട് നമ്മൾ നല്ലപോലെ അണുനശീകരണം കഴിയണം കേട്ടോ. ഒരു ബക്കറ്റിൽ വെള്ളം വെക്കുക, എന്നിട്ട് അതിൽ ലേശം ഡെറ്റോൾ ഒഴിക്കണം. എന്നിട്ട് നല്ലപോലെ കാല് രണ്ടും കഴുകണം. പിന്നെ കൈയും കാലൊക്കെ നല്ലപോലെ കഴുകിയിട്ട് മാത്രമേ നമ്മൾ കൂൺ ഷെഡിൻ്റെ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. പിന്നെ ഡ്രസ്സ് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. പിന്നെ ഒരു കാര്യം ചെയ്യാനുണ്ട്, ഒരു അടുക്കിൽ വെള്ളം എടുക്കാം കുറച്ച്. എന്നിട്ട് ആ വെള്ളത്തിൽ കുറച്ച് ഡെറ്റോൾ ഒഴിക്കും കേട്ടോ, അധികമൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നോ അതെല്ലാം ഒന്ന് ആ ഡെറ്റോൾ വെള്ളത്തിൽ മുക്കണം കേട്ടോ. ഒന്ന് കവറ് നല്ല 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളം വാരാൻ വെക്കുക. പിന്നെ നമ്മളതിൽ ഉപയോഗിക്കുന്ന കത്രിക, റബ്ബർ ബാൻഡ്, പിന്നെ അങ്ങനെ സൂചി, ഇതെല്ലാം അതിലൊന്ന് മുക്കിയിട്ട് നല്ലപോലെ വെള്ളം തുടച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തിരി വെച്ചാൽ മതി, അധികമൊന്നും വേണ്ട കേട്ടോ ഡെറ്റോള്. പിന്നെ കൈയെല്ലാം ഒന്ന് നല്ലപോലെ കഴുകണം. പിന്നെ വൈക്കോലിടുന്ന താർപ്പായില്ലേ, അതിൽ ഡെറ്റോൾ വെള്ളം കുടഞ്ഞിട്ട് നല്ലപോലെ തോർത്തെടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളം പാടില്ല. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് വൈക്കോല് വേവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ചിലർ ആവിയിൽ വേവിക്കുന്നവരുണ്ട്, ചിലർ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്താൻ വെച്ചിട്ട് വെള്ളത്തിലിട്ട് വേവിക്കും. ഞാനിവിടെ ചെയ്യുന്നത് 20 ലിറ്റർ വെള്ളത്തിൽ 250 ഗ്രാം കുമ്മായപ്പൊടി എടുക്കും. എന്നിട്ട് 36 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് വേണം വലിയ 250 ടാങ്കിൻ്റെ ഉള്ളിലാട്ടോ ഇട്ട് വെക്കുക. പിന്നെ അതിൽ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് തുറന്നു വിടും. 1 മണിക്കൂർ മുമ്പേ തുറന്നു വിട്ട് നല്ലപോലെ വെള്ളം വാർന്ന ശേഷം ഇതുപോലെ ട്രേയിലിട്ടിട്ട് ഉണക്കിയെടുക്കും. ഇതാകുമ്പോൾ നമുക്ക് ടൈം വേസ്റ്റായി പോവില്ല, നമുക്ക് വേഗം പാകത്തിന് ഉണങ്ങി കിട്ടും. കൂൺ കൃഷിക്കുള്ള വൈക്കോലിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും ട്രേയിലിട്ട് കഴിഞ്ഞാൽ. അതിനാണ് ഇതിലിട്ട് ഉണക്കാൻ പറയുന്നത്. ചില വൈക്കോലിൽ വെള്ളം കെട്ടി നിൽക്കും. ഈ വണ്ണം കൂടിയ വൈക്കോലുണ്ടാവും നീളത്തിലുള്ള, അതിനുള്ളിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. അപ്പോഴാണ് ഈ കൂണ് വിത്തുകളൊക്കെ കേട് വന്നു പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ ട്രേയിലിട്ടിട്ട് ഉണക്കാൻ നോക്കുക കേട്ടോ. വിത്ത് നോക്കി നോക്കും, ഇതുപോലെ ആയിരിക്കണം, വേറി കിടക്കണം. ഇങ്ങനെ തൊടുമ്പൊക്കെ ഇങ്ങനെ വേറി കിടക്കണം. ഇതുപോലെ നോക്കിയിട്ട് വേണം മടിക്കുക. ഇതിന് മേലെ മഞ്ഞ കളറുള്ള ഒരിക്കലും ഓറഞ്ച് കളർ വരും, അതൊരിക്കലും മടിക്കാൻ പാടില്ല. ഞങ്ങൾ എടുക്കുമ്പോൾ നോക്കണം. പിന്നെ നമുക്കിത് ഈ പാത്രത്തിൽ ഇങ്ങനെ ഒരു പാത്രം എടുക്കുക. ഇത് ഞാൻ കുമ്മായപ്പൊടി ഇട്ടിട്ട് നല്ല തുടച്ച് വൃത്തിയാക്കി വെക്കണം. പാത്രമൊക്കെ നമ്മളൊന്ന് കുമ്മായപ്പൊടി ഇട്ടിട്ട് നല്ലൊന്ന് വൃത്തിയാക്കി വെക്കണം. കവറ് കെട്ടുമ്പോൾ ഇവിടുത്തെ ഇതും ആവില്ലേ, സ്വിച്ചിട്ട ഭാഗം, ആ ഭാഗമാണ് ഇതേപോലെ മടക്കട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് വേണം. കവറൊക്കെ രാവിലെ തന്നെ ഡെറ്റോൾ വെള്ളത്തിലേ മുക്കിയിട്ടൊന്ന് വെള്ളം വാരം വെക്കണം കേട്ടോ. നല്ലപോലെ വെള്ളം വാരണം, പരമാവധി ചുറ്റിക്കും, ഇളകാൻ പാടില്ല. ഇതെന്തിനാണെന്നറിയോ? അടിയിൽ നല്ല ഷേപ്പായി നിൽക്കണം, റൗണ്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. എന്നിട്ട് ഇത് അടിമറിക്കുക. എല്ലാവരും ചോദിക്കുന്നൊരു സംശയമാണ്, ഇത് അടിഭാഗം ഒന്ന് വെട്ടി കളയണമെന്ന്. വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതാണ് സംഭവം. ഇങ്ങനെ ഇത് അടിമറിക്കുക. എന്തോ വിത്ത് ഇതേപോലെ 2 ഭാഗമാക്കുക. എന്നിട്ട് അതൊന്ന് 4 ഭാഗമാക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് 4 ഭാഗത്തുനിന്നോ ഒന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ കവറിൻ്റെ അടിഭാഗത്ത് ലേശം കേട്ടോ, കുറച്ച് മതി, ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വൈക്കോല് വെക്കുമ്പോൾ അതേ എന്ത് ചെയ്യണം എന്നറിയാം. ഇതെന്തിനാണെന്നറിയോ? വൈക്കോലിൽ നല്ലപോലെ പൂപ്പൽ വരാനോ. അപ്പോൾ നമ്മൾ വൈക്കോല് വെക്കുമ്പോൾ ഇത്തിരി വെച്ചാൽ മതി ആദ്യം. അത് ഇത്തിരി മതി വൈക്കോല്, കൂടുതൽ വേണ്ട. ഈ കനത്തിൽ മതി, കണ്ടോ, ഇത്തിരി വെക്കുക. ഇത് നല്ലപോലെ ഈ വിരൽ വെച്ചിട്ട്, ചുണ്ടൻ വിരൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ, വിരൽ കൊണ്ട്. കവർ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കവർ എടുക്കണം. ഇനി കവറിന് പിശുക്ക് കാണിക്കണ്ട. പിശുക്ക് കാണിക്കാൻ പോയി നമുക്ക് ചിപ്പിക്കൂണിൽ ആ കൂണ് വരുമ്പോൾ കയ്യിൽ പ്രാണിയൊക്കെ കയറിയിട്ട് കേട് വരുമ്പോൾ ഫുഡ് കവറിന് ഒട്ടിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, അടിഭാഗത്തും കുഴപ്പമില്ല, മേൽഭാഗത്തും മേലിട്ട് കൊടുക്കുക. ഇങ്ങനെ കവറിൽ സൈഡ് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, നടുവിലിടണ്ട. പിന്നെ വിത്തിന് പിശുക്കൊന്നും കാണിക്കണ്ട, നമ്മൾ വിത്ത് പരമാവധി ഇട്ടോളൂ. വിത്ത് നല്ലപോലെ ഇട്ടാലാണ് കൂണ് നല്ലപോലെ കിട്ടുള്ളൂ. ഇത് ചിപ്പിക്കൂണാണ്, വിത്ത് നല്ലപോലെ ഇട്ടാലേ കേട്ടോ കിട്ടുള്ളൂ. ഇവിടെ നോക്ക്, എന്നാ ഇനിയിപ്പോൾ 4 എയറാണ് വെക്കുന്നത്. ഇവിടെ ഒന്ന് അങ്ങനെ 4 എണ്ണം. ഈ 4ാമത്തെ മേലെ വേണം നമ്മൾ കുറച്ച് വിത്തിട്ട് കൊടുക്കുക. അടിയിലിട്ട് കൊടുത്ത പോലെ ഇതിൽ നെല്ലൊക്കെ കാണും, അന്നേരം അതെല്ലാം ഒന്ന് എടുത്ത് കളയണം കേട്ടോ. വെട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ വൈക്കോല്. അതാകുമ്പോൾ എളുപ്പ വഴിയാണ്, വാരി നിറയ്ക്കുമോ.
ഇങ്ങനെ ഞാനിതിപ്പോൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ പിടിക്കുക, ഇതുപോലെ പിടിക്കുക, എന്നിട്ട് കൈ വിടാനേ പാടില്ല വൈക്കോലിന്. ഇങ്ങനെ ചുറ്റി 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 എടുക്കണം. അന്നേരം വൈക്കോൽ ഇങ്ങനെ വരും, പൊട്ടാണ്ട് ഇങ്ങനെ വരും കണ്ടോ. അപ്പം എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നില്ലേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണം തിരികെയില്ലേ, എന്നിട്ട് വേണം മറക്കുക. ഒന്ന് ചെരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി, എന്നാൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. ഒന്ന് സൈഡ് ഇങ്ങനെ ചെരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് നല്ല പോലെ മുറിക്കുക. ഇപ്പോൾ നടുവിലിങ്ങനെ കുഴി വരും. ഞാൻ കുഴിയിൽ വാരി വെക്കട്ടോ കുറച്ച് വൈക്കോല്, കുറച്ച് മതി. ആ ഒരു കെട്ട്, ഈ ഒരു കെട്ട് മതി. വൈക്കോല് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കെട്ടാനുണ്ട് ഉപയോഗിക്കില്ലേ. ഇങ്ങനെ കെട്ടുമ്പോൾ എന്ത് വേണമെന്നറിയാം, ഇവിടെ ഇങ്ങനെ പൊന്തും വേണം. എന്തിനാണെന്നറിയോ, ഈ വെള്ളം താഴോട്ടേക്ക് ഇങ്ങനെ പോകാൻ. അല്ലേ വെള്ളം ഇവിടെ കുഴി വന്നാൽ എന്ത് ചെയ്യുമെന്നറിയോ, വെള്ളം ഇവിടെ കെട്ടി നിൽക്കും. പിന്നെ മറ്റേ വീട്ടിലേക്ക് പടരും, ഫംഗസ് വരും, അവൻ ഇതിലും വരും, എല്ലാവരും മൊത്തം കേട് വരും. സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട് കേട്ടോ. പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലെ മേലെ കൂടി ഇട്ട് കൊടുക്കുക. ഇതെന്തിനെന്നറിയോ, ഇവിടെ പൂപ്പൽ വരാറുണ്ട്. ഇവിടെ ഉണ്ടാവുന്നില്ല, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. ഈ സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ പൂപ്പൽ വരുമല്ലോ. ഇത് വിത്ത് ഇവിടെ കുറവല്ലേ, ഇവിടെ വിത്ത് കുറവല്ലേ, അതുകൊണ്ട് വരില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നല്ല പോലെ വിത്തിട്ട് കൊടുക്കണം. ഒരു പിശുക്കും കാണിക്കാണ്ട് നമ്മൾ നല്ല പോലെ. പിന്നെ നല്ല ടൈറ്റായിട്ട് കെട്ടുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്, ഇതിനായിട്ട് വണ്ണുള്ള സൂചി എടുക്കട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ മേടിച്ചിട്ടുണ്ടേന് കാണാനില്ല, വൈക്കോലിൽ പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ സൂചി എടുത്തിരിക്കുന്നത്. ഇതായാലും കുഴപ്പമൊന്നുമില്ല, കുത്തി കൊടുക്കണം. കുത്തിയിട്ട് വേണം കെട്ടാൻ, അല്ലെങ്കിൽ കവർ പൊട്ടിപ്പോവും, എയർ കടന്നിട്ട് കവർ പൊട്ടും. അപ്പോൾ ഒന്ന് കുത്തി കൊടുക്കുക, ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര വേണം കൊടുത്തോളൂ. പിന്നെ നടുവിൽ കൊടുക്കേണ്ട, സൈഡ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. സൈഡിൽ കൂടെ നടുവിൽ കൂടെ വെള്ളം വീഴും. പിന്നെ അടിഭാഗത്തും നല്ല പോലെ കൊടുക്കണം. പിന്നെ ഡേറ്റ് എഴുതണം ഇന്ന് നിറയ്ക്കുന്നതിൻ്റെ. 2 എണ്ണം എടുക്കണം കേട്ടോ. 2 എണ്ണം എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലേ ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. നല്ല പോലെ ചുറ്റിക്കോ. ഈ കവറിൻ്റെ വക്കില്ലേ ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്തിനെന്നറിയോ, വെള്ളം അതിലേക്കൂടെ വീഴാണ്ടിരിക്കാൻ. മേലെ വെക്കുന്നതിൻ്റെ മേലത്തേന്ന് ഇതിലേക്ക് വീഴാണ്ടിരിക്കാനാണ് ഈ കവറ് ഇതേപോലെ മടക്കുന്നത്. കണ്ടോ, അപ്പോൾ 4 എണ്ണമായി. ഇനിയിപ്പോൾ ഇത് നാളത്തേക്ക് തന്നെ 1 2 3 4. അപ്പോൾ ഇത് നാളത്തേക്ക് എന്താവും, ഒന്നും കൂടി വണ്ണം കൂടും. ഇവിടെയൊക്കെ പരന്നിട്ടുണ്ടാവും. ഒരു ദിവസം കൊണ്ട് തന്നെ പറക്കും. അങ്ങനെ 14 ദിവസം കൊണ്ട് ബെഡ് ചിപ്പിക്കൂണുണ്ടാകാൻ തുടങ്ങും. ഇപ്പോൾ ഒരു 3 കിലോൻ്റെ എടുത്തുണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ 5 പാക്കറ്റ് വിത്താണ് എടുക്കുക. അതിൽ 10 ബെഡ് ഉണ്ടാക്കുക. പിന്നെ ഇനിയിപ്പോൾ ഒരു പാക്കറ്റ് നിറച്ച് കഴിഞ്ഞു. ഇനി ബാക്കി 4 പാക്കറ്റും കൂടി നിറയ്ക്കാനുണ്ട്. ബാക്കിയുള്ളതൊക്കെ നിറച്ചിട്ട് ഫുള്ള് നിറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് എല്ലാം കെട്ടി തൂക്കാം കേട്ടോ. ബെഡൊക്കെ നിറച്ച് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഇത് തൂക്കിയിടണം. കയറൊക്കെ കെട്ടി റെഡിയാണ്. പിന്നെ ഒക്കെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് എല്ലാം കഴുകി ഷെഡൊക്കെ നല്ല പുകയിച്ചു ഒക്കെ തുടച്ച് വൃത്തി. നമ്മൾ ഓരോ തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലപോലെ പുകയിക്കണം. പിന്നെ കർപ്പൂരം, വേപ്പിൻ്റെ ഇല, പിന്നെ തുളസി ഇല എല്ലാം ഇട്ടിട്ട് ഒന്ന് ചകിരി എടുത്ത് ഇട്ടിട്ട് ഒന്ന് പുകയിച്ചിട്ട് ഒരു അരമണിക്കൂർ ഡോർ അടച്ച് വെക്കണം. ഫ്രീയിൽ കെട്ടി വെക്കാം. ഈ കെട്ടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഇവിടെ കെട്ട് കണ്ടോ, ഈ കെട്ട് മേലെ ഭാഗം വേണം, അടിഭാഗം ഇതും വേണം കേട്ടോ. അപ്പോൾ നമ്മളത് വെക്കുന്ന ടൈമിൽ അത് നോക്കണം. ഞാനല്ലേ വീഡിയോ ചുരുക്കി കാണിക്കാമെന്നാണ് വിചാരിച്ചോട്ടോ. അപ്പോഴാണ് ആലോചിച്ചത്, നമ്മളെ തുടക്കക്കാർക്കൊക്കെ കൂൺ കൃഷി ചെയ്യുമ്പോൾ
നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചു. അതാണ് കുറച്ച് വീഡിയോ കൂടിപ്പോയത്. അപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ തൊഴിലാണിത്, കൂൺ കൃഷി. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വരുമാനം കണ്ടെത്താം. പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്യാനും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.